ഇന്ദ്രൻസ്, മീനാക്ഷി അനൂപ്, അന്നു ആന്റണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ദീപക് ഡിയോൺ രചനയും സംവിധാനം നിർവഹിക്കുന്ന പ്രൈവറ്റ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന ടാഗ് ലൈനിൽ അവതരിപ്പിക്കുന്ന ചിത്രം ഒക്ടോബർ 10-നാണ് പ്രദർശനത്തിലെത്തുക. സി ഫാക്ടർ ദ എന്റർടൈൻമെന്റ്സ് കമ്പനിയുടെ ബാനറിൽ വി.കെ. ഷബീർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും നവാഗതനായ അശ്വിൻ സത്യയാണ് നിർവഹിക്കുന്നത്. ഹലോ ഹലോ ഹലോ, മാരാർന്നാ പേര്? ബാലന്മാരാ? ഈ നാട്ടില് മനുഷ്യന്മാരാരുല്ലേ? നമ്മള് മനുഷ്യന്മാരല്ലേ? അടുത്തെവിടെയാ ഹോട്ടലുള്ള? കഴിക്കാൻ ഇവിടെ എന്തെങ്കിലും കാണും? കഴിക്കാനല്ല, I don't know Kannada. Where are you from? Malappuram, Kerala. ഷറഫുദ്ദീൻ നായകനാകുന്ന ചിത്രം ദ പെറ്റ് ഡിറ്റക്റ്റീവ് ഒക്ടോബർ 16 തിയേറ്ററുകളിലെത്തും. അനുപമ പരമേശ്വരനാണ് ചിത്രത്തിലെ നായിക. ഫൺ ഫാമിലി എന്റർടൈൻമെന്റ് ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പടക്കളം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം പുറത്തിറങ്ങുന്ന ഷറഫുദ്ദീൻ ചിത്രം എന്ന നിലയിലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ പ്രേമത്തിന് ശേഷം ഷറഫുദ്ദീൻ അനുപമ പരമേശ്വരൻ ടീം ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിലും ദ പെറ്റ് ഡിറ്റക്റ്റീവ് പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിട്ടുണ്ട്. മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെന്നൈയിൽ ഒത്തുകൂടിയ 80കളിലെ താരങ്ങൾ. നടനും സംവിധായകനുമായ രാജ്കുമാർ സേതുപതിയുടെ വസതിയിലായിരുന്നു ഒത്തുചേരൽ. ചിരഞ്ജീവി, ജാക്കി ഷ്രോഫ്, ശരത് കുമാർ, ജയറാം, ശോഭന, പാർവതി, ഖുഷ്ബു തുടങ്ങിയവർ പങ്കെടുത്തു. ഒത്തുചേരലിലെ സന്തോഷകരമായ നിമിഷങ്ങൾ താരങ്ങൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് റെക്കോർഡ് കളക്ഷൻ നേടി കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. ചിത്രം ആഗോളതലത്തിൽ 235 കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആദ്യ ഭാഗത്തേക്കാൾ മികച്ച സ്വീകാര്യതയാണ് രണ്ടാം ഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2022-ൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് വൻ വിജയം നേടിയ ചിത്രമാണ് കാന്താര. കന്നഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിലെത്തിക്കുന്നത്. ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായ നടൻ ധനുഷ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഇഡ്ലിക്കട റിലീസ് ചെയ്ത 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 50 കോടി പിന്നിട്ടു. ധനുഷും നിത്യാമേനോനും പ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രം 32.60 കോടി രൂപയാണ് ഇതുവരെ ഇന്ത്യയിൽ നിന്നും നേടിയിട്ടുള്ളത്. ഡോൺ പിക്ചേഴ്സിന്റെയും വണ്ടർ ബാർ ഫിലിംസിന്റെയും ബാനറിൽ ആകാശ് ഭാസ്കരനും ധനുഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സത്യരാജ്, സമുദ്രക്കിനി, പാർത്ഥിപൻ, അരുൺ വിജയ്, ശാലിനി പാണ്ഡെ, രാജ് കിരൺ, ഗീത കൈലാസം തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ഷാമോൻ ബി പറയലിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം വവ്വാലിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി. ഒണ്ടിമാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. താരനിർണയം പൂർത്തിയാകുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. മനോജ് MJ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്.